എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ന് ഇങ്ങനെ മട്ടൻ കറി വെക്കും. അത്രയും ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ടൊക്കെയുള്ള ഗ്രേവിയൊക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് അധികം വ്യൂവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും അപ്ലോഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കരുത്. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മട്ടൻ ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1 ബേ ലീവ്സും ചെറിയ 2 കഷ്ണം പട്ടയും 1 നുള്ള് പെരിഞ്ജീരകവും ചേർത്ത് ചെറിയ തീയിൽ ഒരു മണം വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടൻ്റെ സ്മെല്ല് കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മട്ടൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മട്ടനൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മട്ടൻ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ അടച്ച് 3 വിസിലിന് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് പകുതി കുക്ക് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല. പിന്നീട് ഗ്രേവി ചേർത്തതിന് ശേഷമാണ് നമ്മളിത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, 1 തക്കാളി, 3-4 എരിയുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി നമ്മൾ അരിയേണ്ടതൊന്നും ആവശ്യമില്ല. ഇത് കൂടാതെ നമുക്ക് 7-8 വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും വേണം. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എണ്ണം എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും എണ്ണയും ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്ലിറ്റ് ചെയ്ത പച്ചമുളകും 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊളിച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വാടി കിട്ടും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 4 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്തപ്പോൾ ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. 8 മുറിച്ചിട്ടാണ് നമ്മൾ സവാളയുള്ളി അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാളയുള്ളിയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ, ഒരു ഹീപ്പ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുമിഞ്ഞ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ കുറച്ച് സ്റ്റോക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടൻ്റെ വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മയവും കിട്ടും. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഈ സ്റ്റോക്കിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തക്കാളി വഴണ്ടി കിട്ടും. ഞാൻ ഈ സമയത്ത് ഇത് ചേർക്കാൻ മറന്നിട്ട് പിന്നീടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല വഴണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും കുക്ക് ചെയ്ത മട്ടൻ അല്ല, ഒരു 3/4 വേവൊക്കെ ആയിട്ടുള്ളൂ. ഇനിയാണ് നമ്മളിതിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നാലേ ആ ഒരു മസാലയൊക്കെ മട്ടനിലേക്ക് നല്ലപോലെ പിടിച്ച് നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എത്രയും നേരം നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കി അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഞാൻ തക്കാളി നേരത്തെ ചേർക്കാൻ മറന്നതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഉള്ളിയുടെ കൂടെ വഴറ്റാൻ നേരം ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി ഒന്ന് അടി ചേർത്ത് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ്. കുറച്ച് സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികളൊന്നുമില്ല. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടനൊക്കെ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഫെനൽ സീഡ്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ലാസ്റ്റായിട്ട് നമുക്ക് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. ഗ്രേവിയൊക്കെ നല്ല സ്മൂത്താണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് മട്ടൻ കറി ആയിരിക്കും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിൻ്റെ കമൻസൊക്കെ ഇപ്പോൾ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. പഴയ പോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻസ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ട് മടിക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.